സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവളായി എന്നും നീ കൂടെ. എന്താടാ നീയൊക്കെ ഇങ്ങനെ എന്നെ പന്തം കണ്ട് പെരിച്ചാലി വന്നോലെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്താ ഞാൻ തടി വെച്ചോ, അതോ ഞാൻ ഇനി മെലിഞ്ഞോ? അല്ല, എന്നെ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നോണ്ട് ചോദിച്ചതാ. എന്താടി അവന്മാർക്ക് പറ്റിയേ? അവന്മാർക്കെന്ത് പറ്റ? അവന്മാർക്കൊന്നുമില്ല വിഷ്ണുട്ടാ, വെറുതെ. എന്തിനാണ് ഇങ്ങനെ കള്ളം തള്ളി നിക്കുന്നേ? നീയൊക്കെ എന്താ അച്ഛൻ ആദ്യമായിട്ടാണോ? അച്ഛനാദ്യമായിട്ടല്ല, കാലനും അച്ഛനും ഒരുമിച്ച് വരുന്നത് ഒരേ ശരീരത്തിലാണെങ്കിൽ ആരായാലും കണ്ണും തള്ളി നോക്കും. അത് ഈ ഇത്രയും ദിവസം കഴിഞ്ഞ് കാണല്ലേ അമ്മ, അപ്പൊ വിഷ്ണുച്ചൻ കുറച്ച് നന്നായിരിക്കുന്നു, അതുകൊണ്ട് നോക്കിയോണ്ട് നിന്നതാ. അല്ലെ ത്രിലോകേ? അതെ അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ബിസിനസ് ട്രിപ്പൊക്കെ? പ്ലാൻ്റെ കാര്യം എന്തായി? എല്ലാം ഓക്കെ ആണോ? പിന്നെ അച്ഛന് സുഖമല്ലേ? എല്ലാം ഓക്കെ അല്ലേ അച്ഛാ? ആ, ഓൾമോസ്റ്റ് ഓക്കെ ഒക്കെ തന്നെയാ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇവിടെ നിന്ന് ആരോ ചെറിയൊരു ന്യൂസ് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തായിരുന്നു. ഞാനും റായിച്ചെന്ന ഗ്രൂപ്പുമായിട്ട് അത്ര നല്ല യോഗ്യത്തിലല്ല, അതുകൊണ്ട് റോയിനോടൊന്ന് സംസാരിക്കുകയും ചിരിച്ചു മിണ്ടുകയൊക്കെ വേണ്ടി വന്നു. ആ പ്രോജക്റ്റ് നമ്മളെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടി അഭിനയിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് പിന്നെ നിന്നങ്ങ് അഭിനയിച്ചു. അത് മാത്രമേ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. പിന്നെ അവര് നമ്മളെ പാർട്ടീസൊക്കെ പൊളിയാ, അവരൊക്കെ നല്ല വെൽ സെറ്റിൽഡ് ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടമൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ റൈസിൻ്റെ ഗ്രൂപ്പ്സും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ 2 ഗ്രൂപ്പും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളത്ര യോഗ്യത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, തരണോ വേണ്ടേന്ന്. പിന്നെ ഞാനും റോയും കൂടെ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഞങ്ങൾക്ക് തന്നെ ഫിക്സഡാ. അഡ്വാൻസ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഓൾറെഡി വന്നായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അല്ല എടി, നീ ചെറുക്കനെ വിളിച്ചായിരുന്നോ? അവ അവിടെ സേഫ് അല്ലേ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? പിന്നെ അവൻ സേഫാ. അവനെ ഞാൻ ഡെയിലി വിളിക്കാറുണ്ട്. അവന് ഫോണ് ഇക്കാശ് കൊടുത്തോളാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഋഷീനെ ഇടയ്ക്ക് വഴി വെച്ച് കണ്ടപ്പോഴത്തേക്കും, അല്ല ഋഷീനെ വിളിച്ചിട്ട് ഫോണ് അവൻ്റെ ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ ഡെയിലി വിളിക്കും. അവന് കുഴപ്പമൊന്നുമില്ല, അവൻ അവിടെ ഭയങ്കര ഹാപ്പിയാ, ഒരുപക്ഷെ ഇവിടത്തെക്കാളും. അതുകൊണ്ട് തന്നെ അവന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല.
അങ്ങനെയാണ് അവൻ പറയുന്നത്. പിന്നെ ഈ കാശ് നമ്മൾ വിചാരിച്ച പോലെ അവനെ കടിച്ചു കയറി തിന്നാനോ തല്ലാനോ ഒന്നുമല്ല നിൽക്കുന്നത്. അവർ ഭയങ്കര സ്നേഹത്തിലാണ്, നല്ല ബോണ്ടിങ്ങാന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അവൻ പറഞ്ഞിട്ടാ. പിന്നെ അവൻ്റെ സംസാരം കേട്ടാൽ അറിയാം അവൻ അവിടെ ഓക്കെ ആണെന്ന്. അതിൽ കൂടുതൽ ഇനി എന്ത് വേണം? കൊച്ചവിടെ ഓക്കെ ആണല്ലോ, എനിക്കത് മതി. ആ എന്തായാലും പോയ കാര്യമൊക്കെ നല്ലപോലെ നടന്ന സ്ഥിതിക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. കമ്പനി വക വല്ല പാർട്ടിയോ മറ്റോ ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ തീരുമാനിക്കാം. എനിക്കതെല്ലാം ഒന്ന് ഉറങ്ങണം. വരുന്നതിൻ്റെ അന്ന് തന്നെ അവിടെ മുഴുവൻ ഓട്ടമായിരുന്നു. സൈൻ ചെയ്യാനും പിന്നെ അഡ്വാൻസ് അക്കൗണ്ടിലോട്ട് വരുന്നതിൻ്റെ കാര്യങ്ങളുടെ ഫോർമാലിറ്റീസൊക്കെ ആയിട്ട് ഞാനും റോയും നിലത്ത് നിന്നിട്ടില്ല. എന്നാൽ ശരി, നിങ്ങൾ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്, ഞാൻ എന്നാൽ കിടക്കാം. പിന്നെ നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്ന ആരും? കുഴപ്പമില്ല അച്ഛാ, അത് തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. സ്റ്റിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം പക്കയാണ്. ഗുഡ്. എല്ലാം പക്കയായിരുന്ന നിനക്കൊള്ളാം. ഇല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് അറിയും. നിന്നോട് ഞാൻ മുന്നും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ നോ വിട്ടുവീഴ്ച. അതിവിടെ നടക്കത്തില്ല. നന്നായിട്ട് പഠിക്കാൻ നോക്ക്, എന്നിട്ട് സെറ്റിലാവാൻ നോക്ക്. അല്ലാതെ എൻ്റെ മോൻ കൊണ്ടുവരുന്നതിൽ മാത്രം ജീവിക്കാമെന്ന് നീ സ്വപ്നം കാണണ്ട. അതങ്ങ് റായ്ചന്ദ് ഫാമിലി നടക്കുമായിരിക്കും, ഇവിടെ നടക്കത്തില്ല. എത്രയും പെട്ടെന്ന് സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് സെറ്റിലാവാൻ നോക്ക് രണ്ടുപേരും. എപ്പോഴും പൂർണിമ ബിൽഡേഴ്സിൽ നിന്ന് തന്നെ അതൊന്നും കിട്ടണമെന്ന് വിചാരിച്ചിരിക്കേണ്ട. സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ നോക്ക്. ശരി എന്നാൽ ഞാൻ കിടക്കുക. ഗുഡ് നൈറ്റ്. ശരി വിഷ്ണുട്ടാ. അതെ, നീ ഇത് രണ്ടും ഒരു വക തിന്നിട്ടില്ല. വെള്ളം വേണമെങ്കിൽ എടുത്ത് തിന്നിട്ട് ബാക്കിയുള്ളതിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് കയറി കിടക്കാൻ നോക്ക്. ബാക്കി വെള്ളം വെച്ചിരുന്ന രാവിലെ നീയൊക്കെ അത് തന്നെ തിന്നും. ഇല്ല, ഞാനത് തന്നെ തരും. അത് വേറെ കാര്യം. ഇല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഇല്ലെങ്കിൽ അച്ഛന് മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. കഷ്ടപ്പെട്ടേ അങ്ങേര് വരുവാന്നും പറഞ്ഞ് കുത്തി നിന്ന് ഞാൻ ഉണ്ടാക്കിയതാ. മര്യാദയ്ക്ക് തിന്നോ. ഉച്ചയ്ക്ക് അവിടെ നിന്ന് തിന്നിട്ട് വന്നോണ്ടേ നീ ഇന്നും തൊട്ടിട്ടില്ല. എപ്പോഴാ എൻ്റെ മൂഡ് മാറി ഞാൻ നിന്നെയൊക്കെ പാര വയ്ക്കാന്ന് അറിയത്തില്ല. ഞാൻ പോയത് ഒളിച്ച് വെച്ചിട്ട് ഞാൻ നീയൊക്കെ പോയി എന്നങ്ങ് പറഞ്ഞു കൊടുക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് തിന്നിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് കയറി കിടന്നോണം. ഞാനെന്നാ പോവാ. ശരി, ഗുഡ് നൈറ്റ്. ഇനി ഇവിടെ നിന്ന് ചർച്ചാകുലരായി നിൽക്കരുത്, അതാ പറഞ്ഞത്. ഓ എൻ്റെ പൊന്നമ്മ, ഞങ്ങൾ തിന്നോളാം. അമ്മ പോയി കിടന്നോ. ചെല്ല്. പാത്രമല്ല വേണമെങ്കിൽ അടുക്കള തന്നെ കഴുകി വെച്ചോളാം. ഓ, മനുഷ്യൻ്റെ സമാധാനം പോയി നിൽക്കുമ്പോഴും അമ്മയുടെ തീറ്റിക്കാര്യം. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചാൽ അപ്പം വിശക്കും. നമുക്ക് ബിരിയാണി തിന്നിട്ട് സംസാരിച്ചാലാരും. ഓ എന്റെ പൊന്ന് ത്രിലോകേ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? എന്തൊക്കെയാ എന്നോട് ഈ കാശ് പറഞ്ഞതെന്ന് നിനക്കറിയോ? അവനോട് ഞാൻ ചോദിച്ചു സാറ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എൻഗേജ്മെന്റ് ചെയ്യും ഞങ്ങള്. അന്നേരം അവൻ പറയും അവനറിയത്തില്ല എന്ന്. ഞാൻ ഇവിടെ മൊത്തത്തിൽ മറ്റേ തീക്കനല്ല മണ്ടല്ല നിൽക്കുന്നത്. നിനക്കറിയത്തില്ല എൻ്റെ ടെൻഷൻ. ചന്ദനമഴ സീരിയലിൽ പോലും കാണത്തില്ല ഇങ്ങനൊരു അവസ്ഥ. ഇതൊരു കഷ്ടമാ. നമുക്കിപ്പോൾ ഇതിപ്പോൾ ശ്വാസം വിടാനും എടുക്കാനും പറ്റാത്ത അവസ്ഥയാണല്ലോ ദൈവമേ. എടാ, എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഞാൻ കൺഫ്യൂസ്ഡാ. പിന്നെ ഞാൻ അവന് വാക്കും കൊടുത്തു, അവൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അവൻ്റെ കൂടെ കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചായിരിക്കുന്നത്. എടാ, നിനക്കറിയാലോ അവൻ എന്തിനാ ലണ്ടനിൽ പോയെന്ന്. അന്ന് പബ്ബി വെച്ച് നടന്ന ഇൻസിഡൻ്റൊക്കെ നമ്മളോട് അവൻ പറഞ്ഞതാ. പക്ഷെ അവൻ തീർത്ത് പറഞ്ഞിട്ടില്ല. അത് ഞാൻ നിന്നോട് കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ അച്ഛൻ വന്നതും അമ്മ നമ്മളെ വിളിച്ചതൊക്കെ. എടാ, അങ്ങനെയൊക്കെ അന്ന് അവൻ എല്ലാം നടത്തിയതും ചെയ്തതും ഒക്കെ ഈ കാശിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഓവറായിട്ട് ഇതായിട്ട് നിൽക്കുക. ഇനി എന്തൊക്കെ വന്നാലും ഈ കാശ് തന്നെ മതിയെന്ന്. ഏതായാലും അവനെ ഞാൻ ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. അവൻ ഇന്ന് ഈ സാറയുടെ കാര്യം ചോദിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് ഈ കാശ് ഇതുവരെ അവനോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻഗേജ്ഡ് ആണെന്ന് മുമ്പ് പറഞ്ഞായിരുന്നു, ഐ ലവ് യു എന്തോ പറഞ്ഞ ടൈമിൽ. അല്ലാണ്ട് അതിന് ശേഷം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ ഏകദേശം റിലേഷനിലാണ്, പ്രപ്പോസൽ ചെയ്തതിന് ശേഷം. പക്ഷേ അതിന് ശേഷം അവളെക്കുറിച്ച് സംസാരിക്കുകയോ ഈ എൻഗേജ്മെൻറ്റിൻ്റെ ടോപ്പിക്ക് അവരുടെ ഇടയിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. മേ ബി ഇന്ന് അവൻ അത് ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മേ ബി എന്നല്ല, ഇന്ന് എന്തായാലും ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് അവരെന്തോ മിഡ് നൈറ്റ് ഡേറ്റോ അങ്ങനെ എന്തോ സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും അവൻ ചോദിക്കും, ചോദിക്കാതിരിക്കത്തില്ല. അവൻ ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവനും ഇപ്പോൾ ഓൾറെഡി ഒരു കൺഫ്യൂഷനിലാണ്. അതുകൊണ്ട് അവൻ എന്തായാലും ചോദിക്കാതിരിക്കത്തില്ല, അതുറപ്പാണ്. ചോദിക്കുകയും ചെയ്യും.
അതെന്തായാലും അവൻ ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ഭാഗത്തു നിന്നായതുകൊണ്ട് അവൻ എന്തായാലും ചോദിക്കും. എൻ്റെ ടെൻഷൻ അന്നേരം ഇക്കാശ് എന്ത് പറയുന്നു എന്നാണ്. വേണ്ടാത്ത വല്ലതോ അല്ലെങ്കിൽ അവന് താങ്ങാൻ പറ്റാത്ത വല്ലതോ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കിന് വല്ലതും പറ്റുമെന്ന് എൻ്റെ പേടി. ഒന്നാമത് അതിങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലും അതിന് അത്രയ്ക്കുള്ള ത്രാണിയൊന്നുമില്ല താങ്ങാനായിട്ട്. അതൊക്കെ എൻ്റെ ടെൻഷൻ. എടാ, വരാനുള്ള എന്തായാലും വഴി തങ്ങത്തില്ല. അവന്മാരുടെ റിലേഷനിലായാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇക്കാശൊരു നല്ല പയ്യനാ, എനിക്കറിയാം. നിൻ്റെ അനിയനെ എനിക്ക് നന്നായിട്ടറിയാം, നീ പറഞ്ഞും അല്ലാണ്ടും ഒക്കെ. അവൻ സ്നേഹിക്കുന്നവരെ അവൻ ജീവൻ കൊടുത്തും സ്നേഹിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അച്ഛൻ്റെ കാര്യം അത് തൃശ്ശു പറഞ്ഞ് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞാലൊന്നും അച്ഛൻ കേൾക്കത്തില്ല ഇക്കാര്യത്തിൽ, അതുറപ്പാണ്. പക്ഷെ എന്നാലും നീ എൻ്റെ കൂടെ വന്ന പോലെ പോവാന്നെങ്കിലും ഉണ്ട്. പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യമാണ് ഇവിടുത്തെ മെയിൻ കണ്ടൻറ്റ്. അതിന് എന്തെന്നാ ഇകാശ് പറയാൻ പോകുന്നതെന്ന് എനിക്കും ആ കാര്യം ആലോചിച്ചിട്ട് മാത്രമേ ടെൻഷനുള്ളൂ. ഇതിപ്പോൾ നീ പറഞ്ഞപ്പോൾ തന്നെ ഇകാശ് എന്താ പറഞ്ഞത്, അവനറിയില്ല എന്ന്. അപ്പോൾ അവൻ അതിനെന്തൊരു ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്? ഇവനെയും അവളെ ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ പോവാണോ? അതൊന്നും തൃശ്ശൂരിൽ ചിലപ്പോൾ അംഗീകരിക്കാനും താങ്ങാനും പറ്റിയെന്ന് വരത്തില്ല. അവനെന്തോ ലണ്ടനിൽ വളർന്നു, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഇക്കാശ് ഇരിക്കുന്നതെങ്കിൽ എന്നാൽ അവൻ തെറ്റി. എൻ്റെ പൊന്നെ ത്രിലോകെ, ഇതൊന്നും എനിക്കറിയത്തില്ല. അവൻ എന്നോട് പറഞ്ഞതല്ല ഞാൻ നിന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, അവൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അവൻ്റെ കാര്യങ്ങളിലൊന്നും കൂടുതൽ സ്വാതന്ത്ര്യം ആരും കാണിക്കുന്ന അവന് ഇഷ്ടമല്ല. എന്നിട്ടും ഞാൻ അത്രയും പറഞ്ഞത് അവൻ കേട്ടോണ്ടിരുന്നത് അവൻ എന്നോട് അത്രത്തോളം സ്നേഹം ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഞാൻ അവൻ്റെ ചേട്ടനാന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് അവൻ എന്നെ എതിർക്കാതെ അത്രയും കേട്ടോണ്ടിരുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഏറി സംസാരിക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ ഇടയിൽ നടന്നിട്ടുമില്ല. എടാ, ആയിരിക്കാം. ഞാനും എൻ്റെ ഒരു ലിമിറ്റേഷൻ അപ്പുറം പോയിട്ടില്ല തൃശ്ശൂരിൻ്റെ ഒരു കാര്യത്തിനും. ഇന്ന് ഞാൻ പറഞ്ഞതും തൃശ്ശൂർ കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ കേട്ടോണ്ട് നിന്നത്. എടാ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തില്ലേ, ഇതേ കൂടുതൽ ഇനി എന്ത് ചെയ്യാനാ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ കൊണ്ട് പറയാനേ പറ്റൂ, അല്ലാതെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് പണ്ടുള്ളവർ കാണിക്കും പോലെ പിരിയിപ്പിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. സ്നേഹിച്ച് പോയി കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നമ്മൾ ഒന്നിച്ചതും അവരെ പിരിയിപ്പിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? നീ തന്നെ പറ. എന്നാൽ നമ്മളെ പിരിയിപ്പിക്കാനായിട്ട് ആയിരങ്ങൾ നോക്കണ്ടേ? അന്നൊക്കെ നിനക്കറിയാമല്ലോ, നമ്മൾ ഈ ഫാമിലികളെ പേടിച്ചിട്ടാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിന് മുമ്പേ ഇറങ്ങി നിൽക്കുന്ന ഈ ചൈതുവും ഈ കാശും ഒക്കെ തന്നെ ആയിരിക്കും, അല്ലാണ്ട് വേറെ ആരാ? നീ തന്നെ ആലോചിച്ച് നോക്ക്. എടാ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തു. ദാറ്റ്സ് ഓവർ. ഇനി അവരെ ഡിസിഷൻ എടുക്കേണ്ട അവർ മാത്രം. എൻ്റെ പൊന്നപ്പ, ആവശ്യമില്ലാതെ തള്ളാന്നും തള്ളല്ലേ. ഈ പാതിരാത്രി തന്നെ എനിക്കത് കേട്ട് ചിരിക്കാനുള്ള ആരോഗ്യമില്ലാത്തിട്ടാ. എൻ്റെ പൊന്നപ്പ, അപ്പോൾ ആരെക്കുറിച്ചായി പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? വിഷ്ണുദാസിനെ കുറിച്ചാണ്, ദൈ നിൽക്കുന്നവൻ്റെ തന്തയെക്കുറിച്ച്. അങ്ങേര് കാരണം ദൈ നിൽക്കുന്നവൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എൻ്റെ അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറ. അങ്ങേര് അപ്പയോട് ഇങ്ങനെയൊക്കെ പെരുമാറി, ഈ പറഞ്ഞതുപോലെയൊക്കെ അത്രയും സോഫ്റ്റായിട്ട് അത്രയും നന്നായിട്ട് ചിരിച്ചും കൊണ്ട്. എൻ്റെ പൊന്നപ്പ, നടക്കുന്ന കാര്യമല്ല പറ. വേറെ ആരോ ചെയ്തേനെ അപ്പം ഇവിടെ വന്ന് വിഷ്ണുദാസ് ചെയ്തു എന്നും പറഞ്ഞ് തള്ളി ഇറക്കല്ലേ. വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ആടാ മോനെ, ഇത് നീയൊക്കെ പറയൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ മോനായവൻ പോലും പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് നമ്മൾ അച്ഛനും മക്കളും മാത്രമുള്ള ഗ്രൂപ്പ്, അതിനകത്ത് ഞാൻ തെളിവ് സഹിതം വിട്ടത്. നീ ഒന്നും എടുത്ത് നോക്കി കാണൂല. പിന്നെ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ടും ഫോൺ ഫുൾ ടൈം ഓഫ് ആയിരുന്നല്ലോ നിൻ്റെയൊക്കെ. എന്തായാലും സമയം കിട്ടുമ്പോൾ എൻ്റെ മക്കൾ അതെടുത്തൊന്ന് വെച്ച് നോക്ക്, ഇവനും കൂടി കാണിച്ചു കൊടുക്ക്, അന്നേരം മനസ്സിലാവും. പിന്നെ അവൻ കാണിച്ചു കൂട്ടിയൊക്കെ അഭിനയമാണെന്ന് അവനേക്കാൾ നന്നായിട്ട് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ പ്രോജക്റ്റ് പോകത്തില്ലേ. അതിനിടയിൽ ഇവിടെ നിന്ന് ആരോ പാര വെച്ച് വിളിച്ചു കൊടുത്തോണ്ടാ ആ പാവത്തിന് അങ്ങനെ കിടന്ന് അഭിനയിക്കേണ്ടി വന്നു അവിടെ ഉള്ളവരുടെ മുമ്പിൽ. അതേതായാലും നന്നായി. അതുകൊണ്ടല്ലേ അപ്പയ്ക്ക് വിഷ്ണുദാസ് ഇത്തിരി ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കാണാനും പണ്ടത്തെ പോലെ അനുഭവിക്കാനും പറ്റിയത്. പുള്ളിക്കാരൻ അങ്ങനെയെങ്കിൽ അങ്ങനെ അപ്പയോട് സ്നേഹത്തോടെ സംസാരിച്ചല്ലോ, അതുകൊണ്ടെന്താ അപ്പ ഹാപ്പി അല്ലേ? അതപ്പയുടെ മോൻ കണ്ടാലേ അറിയാം. ആ ഇൻസിഡൻറ്റുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയണമെങ്കിൽ അപ്പം എത്രത്തോളം ഹാപ്പി ആയി കാണുമെന്ന്. പുള്ളിക്കാരൻ്റെ കൾച്ചർ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, എന്നിട്ട് പ്രോജക്റ്റിൻ്റെ കാര്യം എന്തായി? എല്ലാം ഓക്കെ അല്ലേ? അത് പക്കയാടാ. ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. നമ്മളും പൂർണിമ ബിൽഡേഴ്സും കൂടെ നടത്തുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതിലവർക്ക് ചെറിയ ഡൗട്ടുകളൊക്കെ വന്നത്
ഞാനും പൂർണിമ ബിൽഡേഴ്സും തമ്മിൽ നമ്മുടെ ഗ്രൂപ്പും പൂർണിമ ഗ്രൂപ്പും തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉണ്ടോയെന്നായിരുന്നു. അതിവിടെ നിന്ന് വേറെ ഏതോ കമ്പനിക്കാർ ചോർത്തി കൊടുത്തതാണ്. പിന്നെ സമയത്തിന് അവൻ അത്രയും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ ആ ഡൗട്ടുകളൊക്കെ ഒറ്റയടിക്ക് തന്നെ പോയി. അതുകൊണ്ട് അവർക്ക് വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഞങ്ങളുടെ രണ്ടിൻ്റെ അഭിനയം അത്രയും നല്ലതായിരുന്നത് കൊണ്ടും പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി. അഡ്വാൻസൊക്കെ തന്നിട്ടുണ്ട്. ഇനി പണികൾ തുടങ്ങിയാൽ മതി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ല. അതേതായാലും പക്കയായി. അപ്പോൾ പാർട്ടി പ്ലാൻ ചെയ്യണ്ടേ? അല്ല, പുതിയ പ്രോജക്റ്റ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പാർട്ടി വെക്കണമല്ലോ. പിന്നെ പോരാഞ്ഞിട്ട് തൃശ്ശൂർ പോകാനായിട്ട് ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പോകുന്നതിന് മുമ്പേ ഒരു പാർട്ടി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അത് നമുക്ക് നാളെ തീരുമാനിക്കാം. ഋഷിയും കൂടെ വരട്ടെ. അവനും നമ്മുടെ കമ്പനിയുടെ MD അല്ലേ, അവനും കൂടെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല, പിള്ളേരെ നാളെ വരത്തില്ലേ? പറയും പോലെ നമ്മുടെ ടോക്കറ്റീവ് തൃശ്ശൂർ പോവുകയാണല്ലേ. നിന്നെ മിസ് ചെയ്യൂടെ ഇവിടെ എല്ലാവരും. എസ്പെഷ്യലി നിൻ്റെ ഈ വളവളമുള്ള സംസാരം. ഈ കാശ് വിളിക്കുമ്പോൾ പറയാറുണ്ട്, സംസാരിച്ചവൻ്റെ ചെവി തല കേൾക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ തന്നെ ഋഷി, അവൻ പിന്നെ നിന്റെ കാര്യം പറയാൻ തുടങ്ങിയ വാടക്കത്തില്ല. അവന് നിന്നെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ. നല്ലതും ചീത്തയും അങ്ങനെ ഒരുപാട് കഥകൾ. അതോർത്ത് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പോയാലും ഒരാഴ്ചക്കകത്ത് ഞാൻ തിരിച്ചു വരും, ഉറപ്പാ. ഇതെൻ്റെ പ്രോമിസാ. അതെന്താടാ അങ്ങനൊരു പ്രോമിസ്? എന്താ, നീ നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഇവിടത്തെ ആരെങ്കിലും കെട്ടാൻ പോവാണോ? അല്ല, ഇനി ഇവിടെ കെട്ടാനായിട്ട് ആകെപ്പാട് ബാക്കിയുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. ദേവന്റെ എൻഗേജ്മെന്റ് ആയി, മറ്റവന്മാർ 2 സെറ്റായി, ഒരുത്തൻ നിന്റെ വീട്ടിലോട്ട് കെട്ടി വന്നു. ഇനി ഇവിടെ ആരുമില്ലല്ലോ. അല്ല, നീ എന്തു പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വരാൻ പോകുന്നേ? അല്ല, ഈ ഒരാഴ്ചക്കകത്ത് എന്താ കണക്ക്? അതിനെ ഇങ്ങോട്ട് വരാനായിട്ട് ആരെയും കെട്ടണമെന്നൊന്നുമില്ലല്ലോ. ഞാനേ എൻ്റെ അച്ഛനെ വീണ്ടും കുത്തികളൊക്കെ ബെറ്റ് വിളിപ്പിക്കും 1 വർഷത്തേക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. 1 ഇയർ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റോറി ഇറങ്ങാതെ സൂക്ഷിച്ചോ. അതാ ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. നീ ആള് കൊള്ളാലോടെ ബീഹര. ഇപ്പോഴും വൻ പ്ലാനിങ് ആണല്ലേ. നടന്ന തന്നെ നിന്റെ അച്ഛനല്ലേ, ചെന്നുടഞ്ഞ നിന്നെ ലെറ്ററിലോട്ട് പാഴ്സലാക്കാതെ നോക്കിക്കോ, ബാക്കി സ്റ്റഡീസ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. എൻ്റെ അച്ഛാ, അതിനും അവൻ വേറെ പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി സ്റ്റഡീസ് ഇവിടെ കണ്ടിന്യൂ ചെയ്താലാന്ന് അവൻ്റെ പ്ലാൻ. മൊത്തത്തിൽ പ്ലാനായിപ്പോൾ. പിന്നെ അവൻ വരുവാണെങ്കിൽ വരട്ടെ അച്ഛാ. ഇനിയിപ്പോൾ ആരെയും കേട്ടി തന്നെ വരണമെന്നില്ലല്ലോ അല്ലേ തൃശ്ശൂലെ? ആയിക്കോട്ടെ, അങ്ങനെ രക്ഷപ്പെടുമെന്ന് എൻ്റെ പൊന്നുമോ വിചാരിക്കണ്ട കേട്ടോ. അല്ല, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ ആരെ വേണോ കിട്ടിക്കോളാം. അങ്കിളിനെങ്കിൽ അങ്കിളിനെ. ജോലി ചെയ്യാതെ ഒരു മൂലയിലിരുന്ന് ജീവിച്ചാൽ മാത്രം മതി. എനിക്കത് മാത്രം ലക്ഷ്യമുള്ളൂ, വേറെ ഒന്നുമില്ല. എന്ത് നല്ല മനോഹരമായ ലക്ഷ്യം. ദേഹം അനങ്ങാതെ പണിയെടുക്കാതെ തിന്നുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണല്ലോ നിൻ്റെ ലക്ഷ്യത്തിൻ്റെ മോട്ടീവ്. ഇതിനൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാനാ. എനിവേ, ആയുഷ്മാൻ ഭവ, നിനക്കത് സംഭവിക്കട്ടെ എന്ന് ഞാൻ നേരുന്നു. പോരെ? അല്ല അച്ഛാ, ഫുഡ് ഞാൻ ഉണ്ടാക്കിയത് അച്ഛന് പിടിച്ചായിരുന്നോ? ഈ വെള്ളപ്പൊക്കവും ഇതൊക്കെ ആയതുകൊണ്ട് ആൻറ്റിമാർ വരാത്ത. ഏതായാലും നാളെ തൊട്ട് അവരെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ തൊട്ട് ഓഫീസിൽ പോകാൻ തുടങ്ങാം. അച്ഛൻ ഓഫീസിലോട്ട് വരുന്നുണ്ടോ അതോ വീട്ടിൽ എവൻ്റെ കമ്പനിക്ക് ഇരിക്കുവാണോ? ഞാൻ അടുത്ത 7-8 ദിവസം ഇവിടെ അങ്ങ് ഇരിക്കാൻ പോവാം. എവൻ പോവില്ലേ? അടുത്ത ഒരാഴ്ച എവൻ്റെ കൂടെയാ എൻ്റെ ദിവസങ്ങൾ. എനിക്കും എവൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നപ്പോഴല്ലേ ഈ അമേരിക്കൻ പ്രോജക്റ്റിൻ്റെ കാര്യമായിട്ട് പോകേണ്ടി വന്നത്. ഇനി അടുത്ത ഒരാഴ്ച ഞാനൊന്ന് അവൻ്റെ കൂടെ അടിച്ചു പൊളിക്കട്ടെടാ. നിങ്ങളൊക്കെ കമ്പനി കാര്യങ്ങളായിട്ടൊക്കെ പൊക്കോ. പിന്നെ അവന്മാർ നാളെ വന്നാൽ ചൈതവും കാണുമല്ലോ. എനിക്ക് 2 മക്കളെ കൂടെ ഒന്ന് നിൽക്കണം. അടുത്ത ഒരാഴ്ചത്തേക്ക് എന്നെ കമ്പനി ഭാഗത്തോട്ടേ നോക്കണ്ട, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് ഹാൻഡിൽ ചെയ്താൽ മതി. നീ ഋഷിയും കൂടെ എന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കേ വേണ്ട. ഒരു കോള് പോലും വിളിച്ച് എന്നെ ശല്യം ചെയ്യാതിരുന്നാൽ അത്രയും നല്ലത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്കിള് നന്നായിട്ട് ഇതിൽ നിന്നൊക്കെ തലയൂരിന്നല്ലേ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എടാ എനിക്ക് നിന്റെ കൂടെ നിൽക്കണമെന്നാ പറഞ്ഞേ. എന്നിട്ട് നീ തന്നെ എനിക്കിട്ട് പാരവി. എന്നാ 2 പേരും കൂടെ എനിക്കിട്ട് ഊക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാത്രി 10:30 കഴിഞ്ഞ്. ഇനിയെങ്കിലും ഉറങ്ങിയില്ലെങ്കിലേ നാളെ പൊന്നുമോന് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല കേട്ടാ. ഞാനെന്നാ പോയി കിടക്കാം, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ.
അതെ, ഇങ്ങനെ നിൽക്കാതെ പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഞാൻ കിച്ചണൊന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. നമുക്ക് ഒരു 11:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തു പറയുന്നു? എന്നാൽ പോയി ഫ്രഷ് ആവാൻ നോക്ക്. ഞാൻ പോയി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, എന്നാൽ ഞാൻ പോയി ഫ്രഷായി ഡ്രസ്സ് ചെയ്ത് റെഡിയായി നിൽക്കാം. ഇക്കാശ് വന്നിട്ട് ഫ്രഷായിട്ട് നമുക്ക് പോവാം. ശരി. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്താടാ, നിനക്ക് വല്ല ടെൻഷനും ഉണ്ടോ? ഫസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ടാണോ? ടെൻഷനൊന്നും അടിക്കണ്ട, എൻ്റെ കൂടെ അല്ലേ വരുന്നത്, വേറെ ആരുടെയും കൂടെ അല്ലല്ലോ. ചെല്ല്, പോയി റെഡിയാവാൻ നോക്ക്. ഞാനങ്ങ് എത്തിയേക്കാം. എന്നിട്ട് നമുക്ക് ഹാപ്പി ആയിട്ട് പോയിട്ട് വരാം. പോ. ഇയാളെന്താ വരാത്ത? ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ ഇയാൾ ബംഗാളി പണിയാൻ പോയിട്ട്. എൻ്റെ ദൈവമേ, ഇന്നെന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ആ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഇച്ചിരിയൊക്കെ ക്ഷമ തരണേ പിടിച്ച് നിൽക്കാനായിട്ട്. ചാടിക്കേറി വല്ലോ ഞാൻ ആക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആക്രാന്തമാണെന്ന് തെറ്റിദ്ധരിച്ചാലോ, അതുകൊണ്ടാണ്. അതിനിപ്പോൾ ദൈവമല്ല, ഞാനും തെറ്റിദ്ധരിക്കത്തില്ല. കാരണം നിനക്ക് ഈ ആക്രാന്തം കുറച്ച് കൂടുതലാണെന്ന് പണ്ടേ എനിക്കറിയാമെന്നുള്ള കാര്യമാണല്ലോ. എന്നെ എങ്ങനെയൊക്കെ കൺവീൻസ് ചെയ്ത് എൻ്റെ കിസ് വാങ്ങാമെന്ന് നീ പണ്ട് ഒരുപാട് നോക്കിയിട്ടുള്ളതല്ലേ. അതൊക്കെ നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അമ്മാതിരി ആക്രാന്തങ്ങളെ കുറിച്ചൊന്നും നീ പറയണ്ട. പിന്നെ ഇപ്രാവശ്യം എനിക്കും കുറച്ചുണ്ടെന്ന് നീ കൂട്ടിക്കോ. വീട്ടിൽ പോയാൽ ഇത് നടക്കാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് ഇനിയിപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാലല്ലേ വല്ലതുമൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ പോരാൻ ഇപ്പോൾ വീട്ടിൽ പോയാൽ അപ്പമുണ്ട്, തൃശുണ്ട്, പിന്നെ ഈ കാശുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിൻ്റെ റൂമിൻ്റെ അയൽവക്കത്ത് പോലും എന്നെയോ എൻ്റെ റൂമിൻ്റെ അയൽവക്കത്ത് പോലും നിന്നെയോ അടുപ്പിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് വല്ലതൊക്കെ വേണമെങ്കിൽ കുറച്ച് ആക്രാന്തമൊക്കെ കാണിച്ച് ഇപ്പോഴേ വല്ലതൊക്കെ ആക്കിയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 2 പേർക്കും ലാഭം. ഇല്ലാന്നുണ്ടെങ്കിൽ 2 പേർക്കും നഷ്ടമാണ്. അതാലോചിച്ചാൽ കൊള്ളാം. കൺട്രോൾ ചെയ്ത് നിന്നാൽ ഇവിടെ നിൽക്കത്തേ ഉള്ളൂ ഇങ്ങനെ കല്യാണം ചെയ്യുന്നവരെ. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. അങ്ങനെയൊന്നും നടക്കാനും പാടില്ല. നമുക്കിവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് പോവാം, അതാ നല്ലത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഋഷി പറഞ്ഞോടെ ജയിലായിരിക്കും. അങ്ങോട്ടും കൂടെ നിന്ന് തിരിയാൻ പറ്റത്തില്ല, ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അതിനേക്കാൾ നല്ലതല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എന്തിനാ വെറുതെ ടൈം കളയുന്നത്? സമയമാണെങ്കിൽ പൊക്കോണ്ടിരിക്കുക, പെട്ടെന്ന് രാവിലെ ആവും. അതെ, പെട്ടെന്ന് രാവിലെ ആവും കണ്ണടച്ച് തുറക്കുമ്പോൾ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കഥകളി കളിക്കല്ല വേണ്ടത്, ഇങ്ങോട്ട് വന്ന് കഥകളി കളിക്കാൻ വേണ്ടത്. എന്നാലേ വല്ലതൊക്കെ നടക്കത്തുള്ളൂ. അവിടെ നോക്കിക്കൊണ്ടിരിക്കാതെ പിന്നെ നാക്കിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് പാടോ. ஏனடி நீ என்னை இப்படி ஆக்குன? காதல சட்டுன்னு கண்ணுல காட்டுன. வேற எதுவும் தோணல, அடியே ஆனந்தம் தாங்கல. ஏனடி நீ என்னை இப்படி ஆக்குன? மெட்டில் இசையாய் நீ என்றும் அழகாக செய்கின்ற மாயம் போல. பல நூறு இன்பம் தர நீயும் வந்தாயே போல.
சுவாசம் முன்னில் தினம் வீசக்கொண்டேனே காதல் நோயே. எத்தனை கோடி ஜென்மம் உயிர் வந்தது உன்னையும் தேடி. ஒப்பனை ஏதுமில்லா உனை விட்டெங்கு சென்றிடுமோடி. நாடி உன்னை கூடி வரும் இன்பத்தில் பொறினி ஆடி. ஏனடி நீ என்னை இப்படியாக்குறாய்? காதலே சட்டென்னு கண்ணுல காட்டுன. முத்தமும் கையில வந்தது போல மேகத்து மேல நான் வைக்கிறேன் கால. வேறேதோ தோணல, அடடா, ஆனந்தம் தாங்கல. வேறேதும் தோணல அடியே ஆனந்தம் தாங்கல. ஏனடி நீ என்னை இப்படியாக்குனாய்? காதலே சட்டென்னு கண்ணுல காட்டுன. നിങ്ങളെന്താ മനുഷ്യ ഈ പാതിരാത്രി എണീച്ച് ഇങ്ങനെ ഉച്ചനം നിൽക്കുന്നേ? നിങ്ങൾക്കെന്താ? കുറച്ചു മുമ്പ് ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ കിടക്കുമായിരുന്നല്ലോ. എന്തു പറ്റി? എന്നതാ അത് വേർതിരിക്കുന്നു? എന്തു പറ്റി? അത് ഞാൻ ഒരുമാതിരി ഒരു വല്ലാത്തൊരു സ്വപ്നം കണ്ടു. ഇന്ന് ചെറുക്കൻ വിളിച്ചായിരുന്നോടി. അവൻ ഓക്കെ തന്നെയല്ലേ? അവന് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ? ഓ, അപ്പൊ ഈ കുഴപ്പം നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ട്. ഇന്നാളൊരു ദിവസേ നിങ്ങളുടെ മൂത്ത മകൻ ഇതുപോലൊരു സ്വപ്നം കണ്ടിട്ട് എണീറ്റിട്ട് ഒന്നും അറിയാത്ത എന്നെ പോലെ അവനൊരു ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതിനോട് ദേഷ്യപ്പെട്ട് ചാടിക്കടിച്ച് അതിൻ്റെ മൂടും കളഞ്ഞ് അതിനെ കരയിപ്പിച്ച് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നറിയോ? അപ്പം തന്തേൻ്റെ തന്നെ മക്കള്. ഞാൻ വെറുതെ ചെറുക്കുന്ന എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇതിൻ്റെ അല്ലേ മക്കള്? സാത്താൻ്റെ സന്തതി പിന്നെ സാത്താൻ്റെ സന്തതി മക്കളെ പോലെ അല്ലാതെ വേറെ ആരെ പോലെ വരാനാ? അല്ല, വേറെ ഒരു പണിയില്ലേ? അവൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? അവിടത്തെക്കാൾ അവ ഇവിടെ ഹാപ്പിയും ഓക്കെയുമാണെന്ന്. അതിൽ കൂടുതൽ ഇനി എന്ത് വേണം വിഷ്ണു ഏട്ടാ? ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവന് സമാധാനം കൊടുക്കത്തില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ അവ അവിടെ നല്ല ഓക്കെയാണ്. നിങ്ങളായിട്ട് ഇനി അവൻ്റെ സമാധാനം കെടുത്താതിരുന്നാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആവശ്യമില്ലാത്ത ഓരോന്ന് തലയിൽ കയറ്റി വെച്ചിട്ട് പൊളിഞ്ഞ സ്വപ്നവും കണ്ടിട്ട് ബാക്കിയുള്ളവർ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇങ്ങനെ മുത്തപ്പിനാറ് പോലെ എണീച്ചങ്ങ് നിൽക്കണം പേടിപ്പിക്കാനായിട്ട്. എന്ന് വെച്ച് സ്വപ്നം കാണുന്നവരൊക്കെ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങണമെന്നാണോ? അപ്പൊ ചെറുക്കനും കണ്ടായിരുന്നല്ലേ? എനിക്കെന്തോ വെപ്രാളം എടുക്കുക. ചെറുക്കനും അങ്ങനെ ദുസ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും കണ്ടു. കോച്ചൻ ഏതാണ്ട് വെള്ളത്തിൽ വീഴും പോലെയൊക്കെയാണ് ഞാൻ കണ്ടത്. എനിക്കൊരു സമാധാനമില്ല. ഒന്ന് 8 ദിവസം കഴിഞ്ഞാൽ മതിയായിരുന്നു, ചെറുക്കനെ തിരിച്ചു കൊണ്ടുവരായിരുന്നു. ഇത് നേരത്താണോ മുടിഞ്ഞ ബെറ്റും തേങ്ങയൊക്കെ വിളിക്കാൻ തോന്നിയത്? അവൻ ലണ്ടനിലായിരുന്നപ്പോൾ പോലും ഇത്ര സമാധാനക്കേട് ഞാൻ അനുഭവിച്ചിട്ടില്ല. പറഞ്ഞത് വളരെയധികം ശരിയാ. അവൻ ലണ്ടനിലായിരുന്നപ്പോൾ അവന് സമാധാനം ഉണ്ടായിരുന്നു. ഇവിടെ അല്ലല്ലോ. നിങ്ങളുടെ ആട്ടത്തിനൊട്ട് മക്കളെ ഇട്ടാട്ടും പോലെ അവനെ ഇട്ടാട്ടത്തില്ലല്ലോ എന്നൊരാശ്വാസം അവനുണ്ടായിരുന്നു. ആ ചെറുക്കനെ എന്ന് ദാരൂത്യോ അന്ന് പോയി. ഇപ്പൊ അതിക്ക് സമാധാനത്തില്ല. ബെറ്റിന്റെ പേരിലാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കുന്നത്. അവിടെ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവരെക്കാളും സ്നേഹമെന്ന് അവൻ പറഞ്ഞത്. ഓരോന്ന് ആലോചിച്ച് കൂട്ടി, നിങ്ങൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി സ്വപ്നം കണ്ട് തന്തേനും മോനും കൂടി ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന് അവിടെ ഉള്ളവരെ പറഞ്ഞിട്ട് കാര്യമല്ല. ഏതായാലും നിങ്ങളെക്കാരും നല്ല മനസ്സുള്ളവരവിടെ ഉള്ളവർ, അതെനിക്കറിയാം. എൻ്റെ റോയാണെങ്കിൽ ഇന്നേ വരെ ഇങ്ങോട്ട് ഒരു പ്രശ്നത്തിനും വന്നിട്ടില്ല. നിങ്ങളാ അങ്ങോട്ടില്ല പുഴു ഇഴഞ്ഞ് ചെല്ലും പോലെ ഇഴഞ്ഞിഴഞ്ഞ് ചെല്ലുന്നത്, എന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നത്. പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കേരളം ഉറങ്ങും. ഉള്ള ഉറക്കവും പോയി. ഇവക്കും എല്ലാം പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കെല്ലാം അറിയാമോ എൻ്റെ മനസ്സിലെ വേവലാതിയും വെപ്രാളവും. ഇനി എന്തായാലും ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുക. അവരായിട്ട് അവള് പറഞ്ഞാലും ഒന്നിനും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ ഇനി അവരെണ്ണാക്കിലോട്ട് ചെന്ന് കയറുന്നത്? ചെറുക്കനൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു.
എനിക്കത് മതി, അല്ലാതെ വേറൊന്നും വേണ്ട. ആ, ഒന്നും കാണത്തില്ല. അങ്ങനെ കാണാനൊന്നും വഴിയില്ല. എൻ്റെ കൊച്ചു പാവോ, അവനെ കൊണ്ട് അവിടെ ആർക്കും ഒരു ദ്രോഹമില്ല. പിന്നെ ഇവള് പറഞ്ഞ പോലെ അവൻ്റെ ഫോണുണ്ടെങ്കിൽ അവനൊന്ന് നാളെ വിളിക്കണം. ഓ എൻ്റെ പൊന്നാരു, നീ ഒന്ന് സമാധാനപ്പെട്. സമയം 11:30 ആയതേ ഉള്ളൂ. ഈ പറഞ്ഞ മിഡ് നൈറ്റ് ഡേറ്റ് എന്നൊക്കെ പറയുന്ന 12 മണിക്കൊക്കെയാണ്. എടാ, അവർ പോയി പോലും കാണൂല വീട്ടിൽ നിന്ന്. നീ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൻ്റെ ഭാര്യ പ്രസവിക്കാൻ നടക്കുമ്പോൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഇരിക്കുകയല്ലേ. നീ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടാൽ തോന്നും ബാക്കിയുള്ളവനൊന്നും ഒരു ടെൻഷനും ഇല്ല. അവരൊക്കെ ഇവിടെ മറ്റേ ലാവിഷായിട്ട് അടിച്ച് വിളിച്ച് സിപ്പപ്പം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. പൊന്നു, എടാ അവൻ പറയും, അവൻ ചോദിക്കും. നീ ടെൻഷൻ അടിക്കാതെ. ഇനി എങ്ങാനും ചോദിച്ചില്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാം. എൻ്റെ ടെൻഷൻ അവൻ ചോദിക്കുന്നതിന് ഇകാശ് എന്താ മറുപടി പറയാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ടാ. എൻ്റെ ചെറുക്കനങ്ങനെ സ്പോട്ടിൽ ബോധം കെട്ട് വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഓ, ആണല്ലോ ആണല്ലോ, ഈ ടെൻഷൻ തന്നെയാണല്ലോ നിങ്ങൾക്കും, എന്നാൽ അത് തന്നെ എനിക്കും. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. അവൻ ചോദിക്കും, അതിന് മറുപടി എൻ്റെ അനിയൻ എന്തു പറയുന്നു ആലോചിച്ചിട്ട് തന്നെ എൻ്റെ ടെൻഷൻ, അല്ലാതെ വേറൊന്നും ആലോചിച്ചിട്ടല്ല. തൃശ്ശൂരിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ നടത്താം. അവൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ചോദിക്കും, മുഖത്ത് നോക്കി ചോദിക്കും. ഒന്നാമത് ഓപ്പോസിറ്റിക്ക് നാളെ എന്ത് വിചാരിക്കുന്നൊന്നും അവനൊരു ഇതുമില്ല. അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. കാരണം അമ്മ അതൊരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പാണ് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുക തന്നെ വേണം. പക്ഷെ അതിന് ഇക്കാശിൽ നമ്മളോട് പറഞ്ഞ മറുപടി ആയിരിക്കില്ല അവനോട് പറയാനുണ്ടായിരിക്കേണ്ടത്. തക്കതായിട്ടൊരു മറുപടി കൊടുക്കണം. കാരണം നമ്മളല്ല അവൻ. അവനോട് നമ്മളോട് പറഞ്ഞോണ്ട് എനിക്കറിയില്ല ബബ് 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 അടിച്ചുകൊണ്ടിരുന്നാലേ അവനെ തന്നെ നഷ്ടം, അല്ലാതെ വേറെ ആർക്കുമല്ല. നീ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെക്കുറിച്ച് തൃശ്ശു ചോദിക്കുന്ന ടൈമിൽ ഇകാശ് എന്നോട് പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തൃശ്ശു എന്തായിരിക്കും വിചാരിക്കുക? ഓൾറെഡി തൃശ്ശു നിന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ചൊന്നും ഇക്കാശ് തൃശ്ശുവിനോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. വീണ്ടും കൺഫ്യൂസ്ഡ് ആവും തൃശ്ശൂലിന്, എന്തുകൊണ്ട് ഇക്കാര്യം പറയുമ്പോൾ ഇക്കാശ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. രണ്ടാമത് കൺഫ്യൂഷൻ മാത്രമായിരിക്കില്ല പിന്നെ ഇനി അങ്ങോട്ടുള്ളത്, സംശയമായിരിക്കും. ഇക്കാശ് അവനിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അതല്ല അവൻ തൃശ്ശൂർ ചോദിക്കുന്ന കാര്യത്തിന് തക്കതായിട്ടൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഐ മീൻ അവന് ഡൈജസ്റ്റ് ആവുന്ന ഒരു മറുപടി ആണെങ്കിൽ മാത്രം. ഇല്ല, എന്നോട് പറഞ്ഞ പോലെ ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, ഇങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒന്നാമത്തെ കൺഫ്യൂഷൻ. രണ്ടാമത്തത് അവൻ ഇങ്ങനെയാണോ പറയാൻ പോകുന്നതെന്നുള്ള പേടി. എനിക്കറിയത്തില്ല. ആ നേരത്തെ ഞാൻ മൂട് തോന്നി ഇരിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ ഭാര്യയല്ല, അമ്മൂമ്മ പ്രസവിക്കാൻ കിടന്നാലും നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നടക്കും ആരായാലും. മനുഷ്യനോട് മൂട് തീ പിടിച്ചിരിപ്പോഴാണ് അങ്ങേരുടെ ഒരു ഭാര്യ പ്രസവിക്കാൻ കിടന്നു. അല്ല, ഈ മിഡ് നൈറ്റ് ഡേറ്റ് എന്നൊക്കെ പറയണത് ഓൾമോസ്റ്റ് സമയമായല്ലോ അല്ലേ? പോയി കാണോ? ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. ഓ, നിനക്ക് വല്ല തലയ്ക്കോളം ഉണ്ടോ? അവർ ഡേറ്റിന് പോകുമ്പോഴാണോ നമ്മൾ കോൾ വിളിച്ചിട്ട് പറഞ്ഞോ ചോദിക്കുന്നത്? എന്നാൽ പിന്നെ ഞാൻ എപ്പോഴും തൃശ്ശൂരിനെ വിളിക്കണം. എടാ, തൃശ്ശൂർ എന്തായാലും ചോദിക്കും, അതുറപ്പാണേ. അപ്പം എന്തെങ്കിലും ഒരു മറുപടി ഈ കാശിന് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അവന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയാതിരുന്നു കഴിഞ്ഞാൽ അവൻ ഇത്രത്തോളം അതെന്നെ, അതായത് ഇക്കാശ് നിന്നോട് പറഞ്ഞ വാക്കുകൾ തന്നെ വ്യക്തമാണ് അവൻ എത്രത്തോളം തൃശ്ശൂരിന് ഇഷ്ടമാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവൻ ഇത്രത്തോളം ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടാനായിട്ട് ഇടവരുന്ന ഒന്നും, അതും അയാളോട് തന്നെ അവൻ പറയാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് മറുപടി തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് കിടന്നാലോ അപ്പം? ആ, അതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കാന്നല്ലേ നീ പറഞ്ഞേ? അല്ല,
സമാധാനപ്പെടാം അല്ലേ? എന്നാ കയറി കിടക്കാം, വാ. ഓ ഇതിപ്പോൾ ഞാൻ കുറേ നേരം ആയല്ലോ പൊട്ടിയിട്ടിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അതെ കഴിഞ്ഞില്ലേ? ആ ഇത് തന്നെയാ കുറേ 5-6 മണിക്കൂറായിട്ട് പറയാൻ തുടങ്ങിയത്. ഇതെന്തോ കുളിക്കാനാണോ കയറിയത് അതോ ബാത്റൂം പണിത് കുളിക്കാനാണോ കയറിയത്? ഓഹ് ബോറും അടിക്കുന്നു. ശ്രീകുട്ടിയെ വിളിച്ചാലോ? ഇതെന്താ ഇവിടെ എടുക്കാത്തെ? ആ ഹലോ, നീ എവിടാ? ആ ഹലോ, നിനക്ക് കേൾക്കാവോ? എന്നതാടാ? ഞാനിവിടെ പുറത്താ. ഞാനിവിടെ പുറത്തൊരു മ്യൂസിയത്തിൽ നിൽക്കുക. അല്ല, നീ ഇന്ന് മിഡ് നൈറ്റ് ഡേറ്റിനൊക്കെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ഇതെന്തിനാണ് ഈ മ്യൂസിയത്തിൽ നിൽക്കുന്നതെന്ന് പറയാൻ ഇത്രയും വിക്കല്? എന്താ നിന്നെ മ്യൂസിയത്തിൽ കരടി കയറി ഉമ്മിച്ചോ? സത്യം പറ മോളെ ശ്രീകുട്ടി, നീ എവിടെയാ? എനിക്ക് എന്തൊക്കെയോ ചീഞ്ഞ് മണക്കുന്നുണ്ട്. നീ അങ്ങനെ ആരും ഇല്ലാണ്ട് പുറത്ത് പോകാത്താണല്ലോ. സത്യം പറ ശ്രീകുട്ടി, നീ എവിടാ? അത് പിന്നെ ഞാനെപ്പോൾ വിക്കി ഇതൊക്കെ നിനക്ക് തോന്നുന്നത് എൻ്റെ പൊന്ന് തൃശ്ശേ. അല്ല നീ പറ, നീ എന്താ മിഡ് നൈറ്റ് ഡേറ്റിന് പോണില്ലേ? സമയം 12 ആയല്ലോ. ആ ഇപ്പം ഇറങ്ങും. അത് ഇഗാഷ് ഇതുവരെ ഫ്രഷായി കഴിഞ്ഞില്ല. ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കുക. ഇപ്പം ഇറങ്ങുമെന്നാ പറഞ്ഞേ. ആ ഇപ്പം ഇറങ്ങുമായിരിക്കും. അല്ല നീ അത് വിട്. സത്യം പറ, നീ പുറത്ത് എന്തിനാ പോയേ? ഞാനില്ലാത്ത നേരം നോക്കി നീ സത്യം പറ, നീ പുള്ളിയുടെ കൂടെ അല്ലേ? പോടാ, നീ ഇങ്ങനെ മനസ്സിലാക്കി കളയല്ലേ എന്നെ. എടാ, ഇന്ന് കോളേജിൽ ചെറിയ ഫംഗ്ഷനാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ കള്ളം പറഞ്ഞിട്ടാണ് ഞാൻ ചാടിയത്. നിനക്കറിയാലോ, എനിക്ക് വീട്ടിൽ നിന്ന് നീ ഇല്ലാണ്ടൊന്നും മുട്ടയിടാൻ പോലും സമ്മതിക്കത്തില്ല. എന്തൊക്കെയോ നുണ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതും നേരെ ഒത്തിരുട്ടുന്നതിന് മുമ്പ് എന്നോട് അങ്ങോട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മര്യാദയ്ക്കൊന്നൊരു പകൽ ഡേറ്റിന് പോലും എന്നെ സമ്മതിക്കത്തില്ലടാ വീട്ടിലുള്ളവർ. നീ എപ്പോഴാടാ വരുന്നേ? എന്നാൽ നിനക്കിനി മരിക്കുന്നവരെ ഡേറ്റ് പോകാൻ പറ്റത്തില്ല. ഞാനങ്ങോട്ട് വരുന്ന കാര്യം ഡൗട്ടാ. ഞാൻ നീ നേരത്തെ വിളിച്ചോ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ തന്നെ അവിടെ നിന്ന് TC വാങ്ങി ബാക്കി സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്താലോ എന്ന് ആലോചിക്കുക. പക്ഷേ അതിന് ബാക്കി പരിപാടി ഇവിടെ നടക്കണം. പിന്നെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലോ മറ്റേ പബ്ബിലെ കാര്യം. അത് ഞാനിന്ന് വികാഷിനോട് പറയാൻ പോവാ. അതെന്താവും നോക്കട്ടെ. ഓ, അത് വലിയ ടാസ്കേ അല്ല നിനക്ക്. നീ അങ്ങ് പറഞ്ഞാൽ മതി. പുള്ളിക്കാരനും നിന്നെ തിരക്കി പോയെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ സീനൊന്നുമില്ല. മേ ബി നിന്നോട് ഇതുപോലെ സോറി പറയാനാണായിരിക്കും തിരക്കി നടന്നത്. ഏതായാലും ഇന്നത്തോടെ അത് പറയുമ്പോഴത്തേക്കും നീ ഈ കൊണ്ടു നടന്ന വേദനയും വേവലാതിയൊക്കെ അങ്ങ് തീരുമല്ലോ. പിന്നെ നീ ഓക്കെ അല്ലേ? അതേ കൂടുതൽ ഇനി എന്തോ വേണ്ടേ? ഏതായാലും നീ വെച്ചോ. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് 1/2 മണിക്കൂർ പോലും കിട്ടത്തില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. എനിക്കൊന്നാമത് നേരത്തെ വീട്ടിൽ കയറേണ്ടതാ. നിന്നെപ്പോലെ എന്നെ അവിടെ ആ പുള്ളിയിൽ വീട്ടിൽ കൊണ്ടങ്ങ് ഇട്ടേക്കുമൊന്നുമല്ല. അതിനും വേണോടാ ഒരു യോഗം. എൻ്റെ ദൈവമേ, എനിക്കെങ്ങാണാണ് ഇങ്ങനെ ബെറ്റ് കിട്ടിയിരുന്നെങ്കിൽ. കിട്ടിയിരുന്നെങ്കിലേ നീ അങ്ങ് മറിച്ച് വെച്ചേനെ. അയ്യ, പറയുന്ന കേട്ടില്ലേ. അതെ, നീ ഒരു കാര്യം ചെയ്യ്, നീ വെച്ചോ. കണ്ടിന്യൂ യുവർ ഡേറ്റ്, പകൽ ഡേറ്റ് കേട്ടോ. ശരി, എന്നാ നിന്നെ വിളിച്ച് എന്നെ വേണം പറയാനായിട്ട്, മൂഡ് കളയാനായിട്ട്. പിശാചു. പക്ഷേ ഉള്ള മൂടും പോയി. ഈ ശൈത്തവും കുട്ടിയെ വിളിച്ച് നേരത്തെ വേറെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന മൂടെങ്കിലും നിന്നേനെ. എൻ്റെ പൊന്ന് തൃശു, നീ മൂടൊന്നും കളഞ്ഞ് നിൽക്കല്ലേ. അതുപോലൊരു ഇമ്പോർട്ടൻ്റ് കാര്യത്തിനാണ് പോകുന്നത്. അതുകൊണ്ട് നീ നിന്നെ തന്നെ ഓക്കെ ആയിട്ട് വേണം എന്തിനും ഇറങ്ങിത്തിരിക്കാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ത്രിലോകേട്ടൻ പറഞ്ഞ കാര്യം ചോദിക്കണം. ശരിയാ, എന്തുകൊണ്ടാണ് ഇഗാഷ് അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയാത്ത? അതിനെല്ലാത്തിനും മറുപടി എനിക്ക് വേണം ഇന്ന്. അവളുടെയൊക്കെ ഒരു യോഗം. സ്നേഹിക്കുന്ന ആള് അവളെ കാണാനായിട്ട് എവിടെ കിടന്നാലും അവിടെ വരും. എന്നിട്ട് അവളെയും കൊണ്ടുള്ള സ്ഥലം മുഴുവൻ പോവും. അതിനും വേണം. ഇതിപ്പോൾ ആരാ? ഹലോ, ആരാ? ട്രൂ കോളറിൽ
പേര് കണ്ടില്ലായിരുന്നോ? ഓ സോറി ഇൻ്റർനാഷണൽ കോളല്ലേ, മേ ബി പേര് വരാൻ സാധ്യതയില്ല. എനിവേ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. സാറ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അറിവിൽ താൻ വേറൊരു സാറെക്കുറിച്ചും ഇതിനോടകം കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. ആൻഡ് താൻ കേട്ടിട്ടുള്ള സാറ ഞാനാണ്. മിഡ് നൈറ്റ് ഡേറ്റിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? ഐ നോ. സാറ, അറിയാം. എന്താ ഐ മീൻ എന്താ സാറ വിളിച്ചത്? അല്ല, സാറയ്ക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? ഒരു നമ്പറല്ലേ തൃശൂൽ വിഷ്ണുദാസ്. Am I right? I know that's your name. അതൊക്കെ ഒപ്പിക്കാൻ കുറച്ച് സമയം മതി. എനിവേ ഞാൻ തൃശ്ശൂലിനോടൊരു കഥ പറയാം. അത് താൻ കേൾക്കണം, കേട്ടേ പറ്റൂ. ഏതായാലും തൻ്റെ കൂടെ ഡേറ്റിന് വരാൻ ഫ്രഷ് ആവാൻ പോയിരിക്കുന്ന ഇക്കാശ് വരാൻ മേ ബി ഇനി ടൈം എടുക്കും. ബിക്കോസ് അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അവൻ കുളിക്കുന്ന കാര്യത്തിൽ അല്പം ഇങ്ങനെയാണ്, നല്ല ലേറ്റ് ആവും. അന്നേരം ഞാൻ തന്നെ ബോറടിപ്പിക്കത്തില്ല, ഒരു സ്റ്റോറി പറഞ്ഞുതരാം. അതിൻ്റെ ലാസ്റ്റ് ഒരു കൊട്ടേഷനും പറയാം. കഥ വേറൊന്നുമല്ല, ഒരാൾ ഒരുപാട് നാൾ ആഗ്രഹിച്ചിട്ട് ഒരു കളിപ്പാട്ടം വാങ്ങാം. അതൊരു കുട്ടിയാണ്. ഒരു പെൺകുട്ടി ആഗ്രഹിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ആനക്കുട്ടിയുടെ കളിപ്പാട്ടം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരിക. അന്നേരം ആ കുട്ടിയുടെ അനിയൻ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ലോകത്ത് ആ കളിപ്പാട്ടത്തിനോട് ആഗ്രഹമുള്ള എല്ലാവരും ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ആർക്കും കൊടുക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? ആ കുട്ടിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ആ കളിപ്പാട്ടത്തിന്. അല്ല, അതിനോട് അത്രത്തോളം ഭ്രാന്തായിരുന്നു. അങ്ങനെ കൊടുക്കാതെ വച്ചൊരു സാധനം പെട്ടെന്നൊരു സമയം അവൾ പോലും അറിയാണ്ട് അവളുടെ കയ്യിൽ നിന്ന് അത് മറ്റൊരാളെ തട്ടിയെടുക്കുക എന്നറിയുമ്പോൾ അവൾക്ക് എന്തായിരിക്കും തോന്നുക? തൃശ്ശൂരിന് ചിന്തിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പ്രതികരിക്കും. ചിലപ്പോൾ അത് മൊത്തത്തിൽ അവളെ കൈവിട്ട് പോയെന്ന് തോന്നുമ്പോൾ പ്രതികരിക്കുന്നതിന് പകരം പ്രതികാരമായി മാറും അല്ലേ? അങ്ങനെ അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങളും പ്രതീക്ഷിക്കാം. ഇമോഷൻസ് മനുഷ്യൻ എപ്പോഴും അടക്കി നിർത്താൻ പറ്റത്തില്ലല്ലോ. ഇതിന്ന് തൃശ്ശൂരിന് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തനിക്ക് പറയാട്ടോ. സാറ, what do you mean? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? നൈസ്. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞത് വെറുതെ ആയില്ലെന്ന് സാരം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? what do you mean? ഇതിൻ്റെ അടി തന്നെ തൻ്റെ ശബ്ദം പതറിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു തൃശ്ശൂർ. തനിക്ക് എന്താന്ന് മനസ്സിലായെന്ന്. അപ്പം ഞാനിനി കൂടുതലൊന്നും ഇട്ട് വലിച്ചയക്കണ്ടല്ലോ അല്ലേ? എനിക്ക് പറയാനുള്ളത് പറയാമല്ലോ, ചോദിക്കാനുള്ളത് ചോദിക്കുകയും ചെയ്യാമല്ലോ. തനിക്കവിടെ വോയിസ് ഇല്ലയെന്ന് എനിക്കറിയാം. താനൊന്നും മിണ്ടാനും പോകുന്നില്ല എന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്തായാലും ന്യായം കാണും. അതുകൊണ്ട് തന്നെ തൻ്റെ ശബ്ദം അന്നേരം നഷ്ടപ്പെടുമെന്നും എനിക്കറിയാം. ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. അതിന് താൻ എനിക്ക് മറുപടി തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ചോദിക്കാനുള്ളതും എനിക്ക് പറയാനുള്ളതും പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യും. ബിക്കോസ് എനിക്ക് തന്നെ മറുപടി കേൾക്കേണ്ട ആവശ്യമില്ല. എന്നായിരുന്നാലും ഇക്കാഷ് റായ്ചന്ദ് ചൗധരി എനിക്ക് തന്നെ ഉള്ളതാണ്. അത് മറ്റാർക്കും കിട്ടാനും പോകുന്നില്ല. അതിനി താൻ ഇന്ന് രാത്രി
അവനോട് എന്നെക്കുറിച്ച് ചോദിച്ചാലോ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലോ ഒന്നും മാറാനും പോകുന്നില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ഇത്ര മാത്രം. എങ്ങനെ തോന്നി തൃശൂൽ? ഹൗ ഡെയർ യു എന്നിൽ നിന്നും എൻ്റെ ഫിയാൻസിയെ ഈ ഒരു രീതിയിൽ തട്ടിയെടുക്കാൻ ശ്രമിക്കാൻ? ഇതൊരു ശ്രമം മാത്രമാണല്ലോ. പിന്നെ പറയാനുള്ളത്, തട്ടിയെടുക്കാൻ ശ്രമിച്ചോ? കാരണം അത് റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ്. നിനക്ക് ശ്രമിക്കാം, അവസാനം വരെ ശ്രമിക്കാം. അപ്പുറം നിൽക്കുന്ന ആള് നിനക്കത് വിട്ടുതരില്ല എന്നുള്ള വിശ്വാസക്കേടുണ്ടെങ്കിൽ മാത്രം, അങ്ങനൊരു വിശ്വാസക്കേടുണ്ടെങ്കിൽ മാത്രം, വിശ്വാസമല്ല വിശ്വാസക്കേട്. അപ്പോൾ ബാക്കിയട്ടെ, മറുപടി വേണ്ട തൃശ്ശൂർ.